ചർച്ചയില്ല. അച്ഛന് ഭയങ്കര ഒരു ആവേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കോസ്റ്റ്യൂം ട്രയലിന് ചെന്ന ദിവസം എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിരുന്നു. അതിനു മുമ്പ് ഒക്കെ നമുക്കും ഇങ്ങനെ നമ്മൾ അങ്ങനെ അച്ഛനെ ഭയങ്കര മൊബിലിറ്റിയിൽ ഇങ്ങനെ കാണുന്നില്ലല്ലോ, വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് മനോട്ടൻ ഇങ്ങനെ ഫോട്ടോ അയച്ചപ്പോൾ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് നിൽക്കുന്ന ഫോട്ടോസാണ് അയക്കുന്നത്. അപ്പോൾ അപ്പം തൊട്ട് ഫീൽ ചെയ്തിരുന്നു ഇതാണ് അച്ഛനുള്ള ഒരു അച്ഛൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. പിന്നെ ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് സ്ക്രിപ്റ്റ് ഇങ്ങനെ മനപ്പാഠം ചെയ്യുന്നതൊക്കെ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും. രാവിലെ നമ്മൾ മോളിൽ നിന്ന്, എൻ്റെ റൂം മുകളിലാണ്, കണ്ടനാട് വീട്ടിൽ. അപ്പോൾ മോളിൽ നിന്ന് ഇങ്ങനെ കേൾക്കാം, ഉറക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുന്നത് കേൾക്കാം. ഇല്ല, ശരിക്കും സാറ് വർക്ക് ചെയ്യുന്ന സമയത്തും ആ പഴയ ഒരു കോമഡി തഗ്ഗൊക്കെ ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ സീനിൽ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പം ഫിസിക്കൽ വൈസ് ശരിയാണ്, ആൾ ഭയങ്കര ഡൗൺ ആയിട്ട് ഇത്രയും ബെറ്റർ ആയതാണ്. പക്ഷേ എങ്കിൽ പോലും ആ പഴയ ശ്രീനിയേട്ടനുണ്ടല്ലോ, നമ്മൾ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു ലെജൻഡ് റൈറ്റർ കം ഡയറക്ടർ ഉണ്ടല്ലോ, ആക്ടർ. സോ അത് ഡെഫിനറ്റ്ലി ഇതിലുണ്ടാവും. അല്ല, ഞാനന്ന് ശ്രീചേട്ടൻ അവിടെ വെച്ച് കണ്ടെങ്കിൽ ക്യാരവൽ വെച്ച് ഞങ്ങളൊരു വീഡിയോ എടുത്തത് ഭയങ്കര വൈറലായി. അത് ശ്രീചേട്ടൻ മനസ്സിനല്ലോ, ഇനിയെങ്കിലും നന്നായി കൂടെ ഹൈദരാബാദ് എന്നോട് ചോദിക്കുന്നത്. ഞങ്ങൾ വീഡിയോ എടുക്കും, ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറേ ആളുകൾ ഏറ്റെടുത്തിട്ട് ഇനിയെങ്കിലും എന്നോട് നന്നായി കൂടെ എന്ന് മറ്റ് കമൻറ്റുകൾ വന്നു. വിനയേട്ടൻ കൂടെ പറഞ്ഞു, അല്ല ശ്രീചേട്ടൻ കൂടെ പറഞ്ഞു ഇനിയെങ്കിലും നന്നായി കൂടെ എന്ന് എന്നോട് ചോദിച്ചാൽ. അപ്പം ആ സമയത്തും അദ്ദേഹം കൊണ്ടുവരുന്ന ആ സാധനങ്ങളുണ്ടല്ലോ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും അങ്ങനെയാണ് ശ്രീചേട്ടൻ. അതിനുശേഷമാണ് ഹൈദർക്ക അതിപ്പോ ചോദിച്ചില്ല, പിന്നെ ചോദിക്കാനില്ല, അതുകൊണ്ടോ തോന്നരുത്. കറക്റ്റ് കൗണ്ടറിൽ വന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ള. ഈ പറഞ്ഞതുപോലെ കുറേ താരങ്ങളുണ്ട്. ഷൈനുമായിട്ട് ഈ സിനിമയല്ല, ഷൈനുമായിട്ട് ഞാൻ ഷൈനുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ട്രാഫിക്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ചാപ്പയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഷൈൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ചാപ്പയിലൊക്കെ ഇപ്പം നമ്മൾ അഭിനയിക്കുമ്പോൾ ആദ്യം വന്ന് എടി വന്ന് പൊസിഷൻ നിൽക്കുമല്ലോ, പൊസിഷൻ നിൽക്കുന്നത് ഷൈനാണ്. അപ്പോൾ ഷൈൻ വന്ന് പൊസിഷൻ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവൻ അഭിനയിച്ചൂടെ നമുക്ക് തോന്നും. അപ്പോൾ കാരണം ഷൈൻ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അപ്പോഴേ ഇങ്ങനെ ഷൈന് സമീർക്ക് ഇങ്ങനെ പറയായിരുന്നു, ഷൈൻ ഗദ്ദാമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അപ്പോൾ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. പിന്നീടാണ് ഷൈൻ സിനിമയിൽ അങ്ങനെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് വരുന്നത്. ആക്ടറായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് വർക്ക് ചെയ്യുന്നത്. ഈ സിനിമയിലാണ് നിങ്ങൾ കോമ്പിനേഷൻ ഉൾപ്പെടെ വരുന്നത് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഷൈൻ്റെ ഒരു വൈബ്? അവിടെ ലൊക്കേഷൻ അടിപൊളിയായിരിക്കും. ഷൈൻ ഉണ്ടെങ്കിൽ ഒരു ഐറ്റം ഉണ്ടാവും. ഷൈനുള്ള സ്ഥലത്ത് ഒരു ഐറ്റം ഉണ്ടാവും. സെറ്റ് ഫുള്ളി ഇപ്പം സൈലന്റ് ആണെങ്കിൽ ആൾ എൻട്രി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരും ഓക്കെയാണ്. സ്ഫോടനാത്മകമായി നല്ലൊരു കലാകാരൻ തന്നെയാണ്, ഇല്ലാന്ന് ഒരിക്കലും പറയാം. നല്ലൊരു കലാകാരന് അത് ഒരു സിനിമയ്ക്ക് വേണ്ടത് അദ്ദേഹം കൃത്യമായിട്ട് ആ സമയങ്ങളിൽ തരുന്ന ഒരു വ്യക്തി. ഇല്ല, അത് പറയണ ആവശ്യമില്ല. ഇതിൽ ഗംഭീര ക്യാരക്ടറാണ്. വിനീതന്റെ ഒപ്പം തന്നെ ഗംഭീര ക്യാരക്ടറാണ് പുള്ളിയുടെ. ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടറാണ്. അത് പറയുമ്പോൾ ഇങ്ങോട്ട് പറയണോ, ഒരു രക്ഷയില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം, ട്രോൾസ് അല്ല, നല്ലൊരു സബ്ജക്റ്റ് ആണ്. അല്ല ചേട്ടൻ, ഞാൻ പറയട്ടെ, ആഫ്റ്റർ കുറുക്കൻ റിലീസ് വിനീതേട്ടൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുള്ള കാര്യത്തിൽ ഇപ്പോഴേ ഗ്യാരണ്ടിയാണ്. ഏത് രീതിയിലാണെന്നാണ് എനിക്കറിയാത്തത്. നമ്മള് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയിട്ട് സ്വീകരിക്കാൻ തയ്യാറായി. ചേട്ടാ നെഗറ്റീവ് ഇല്ല ചേട്ടാ, പടത്തിനുള്ളിൽ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. കുറച്ച് നെഗറ്റീവ് വളർച്ച കൂടുന്നത് എന്നാണ് ഞാൻ കണക്കൂട്ടുന്ന ആള്, അല്ലേ? അതെ, അങ്ങനെയല്ലേ? നമ്മളത് ഇവിടെ കേൾക്കുക, ഇതിലങ്ങ് പോവാ. അതെ, അല്ല ഇതിവിടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ആവും. കാരണം എന്താണെന്ന് അറിയോ, നമ്മൾ ലൈവായിട്ട് കണ്ടതാണ് വിനീതേട്ടന്റെ ക്യാരക്ടറും പെർഫോമൻസും. അതുകൊണ്ടാണ് ഇത്ര ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞത്. ട്രെയിലറിൽ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും ചിരിക്കുന്നത് ലാസ്റ്റ് വിനീതേട്ടന്റെ ഡയലോഗിലാണ്. അല്ല, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറെ സീനുകളുണ്ട്. മീറ്റർ പെർഫോമൻസിന്റെ കുറച്ച് ലൗഡാണ്. സാധാരണ നമുക്കത് ചെയ്യാൻ പേടി തോന്നും. ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ, ഇപ്പോൾ ഗൗരി ആയിട്ടുള്ള സീൻസൊക്കെ സട്ടിലായിട്ടുള്ള സംഗതികളാണ്. ഗൗരി എന്നെ ഇങ്ങോട്ട് തగ్గടിച്ച് താഴെ ഇടുകയാണ്. അപ്പോൾ ബാക്കി അശ്വത്തിന്റെ കൂടെയും ശ്രുതിയുടെ കൂടെയുള്ള സീനിലൊക്കെ ചില സംഭവങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഈ സീൻ ഞാൻ മനോജന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ സീൻ എടുക്കുമ്പം എന്നെ പുറത്താക്കരുത് സെറ്റിൽ നിന്ന്. കാരണം എനിക്ക് കാണണം ഈ മനുഷ്യൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത്. ഡയറക്ടറുടെ അടുത്തും റൈറ്ററിന്റെ അടുത്തും റിക്വസ്റ്റ് ചെയ്ത് നിന്ന സീക്വൻസ് ഉണ്ട്.
അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ മതി. തീർച്ചയായും തിയേറ്ററിൽ കാണാൻ വേണ്ടി ആകാംക്ഷയോടെയാണ് നിൽക്കുന്നത്. നമ്മളൊന്നും ഞാൻ സുബേറിൻ്റെ അടുത്തൊന്നും സിനിമ കാണിക്കാമെന്ന് വെച്ചാലും കാണിച്ചു തന്നിട്ടില്ല. തിയേറ്ററിൽ കണ്ടാവുന്ന സുബേർ അത്രയും ബന്ധമുണ്ടായിട്ടും കാണിച്ചിരുന്നതല്ലേ പറയണത്. ഇടയ്ക്ക് ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഞാൻ അവിടെ പോയി കുറച്ച് കണ്ടിരുന്നു. അതാ ശരിക്കും ഇതിൻ്റെ ഒരു ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. എനിക്ക് പേഴ്സണലി വിനീതിനെ എത്രയോ വർഷമായിട്ട് വിനീതിനെ എനിക്കറിയാം, എത്രയോ കാലമായിട്ട്. ഞങ്ങൾ സിനിമയൊന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ നിരന്തരം കാണുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പറ്റുമ്പോഴൊക്കെ. വിനീത് പോലീസാവുക, വിനീതിൻ്റെ സിനിമാക്കാരൻ എന്നുള്ള നിലയ്ക്ക് വിനീത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. വിനീത് പോലീസ് വേഷം കെട്ടുന്നു എന്ന് പറയുന്നത്, പോലീസുകാരനാവുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ശരിക്കും ഈ സിനിമയുടെ കഥ കേൾക്കുന്നതിന്, സ്ക്രീൻ പ്ലേ കേൾക്കുന്നതിന് മുമ്പ് വിനീത് പോലീസുകാരനായി എങ്ങനെ ഇരിക്കും എന്നറിയാനുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആ കൂടെ ശ്രീനിയേട്ടനും ഉണ്ടെന്ന് പറയുമ്പോഴുണ്ടാകുന്ന എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് എല്ലാ അർത്ഥത്തിലും കാസ്റ്റിംഗ് വൈസായാലും അതിൻ്റെ ഈ പറയുന്ന സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഈ രണ്ടുപേരുടെ കോമ്പിനേഷൻ. ഈ പറഞ്ഞ പോലെ ശ്രീനി സാറിന്റെ ക്യാരക്ടറും ഒരു രക്ഷയില്ല. പിന്നെ നമുക്ക് ശ്രീനിയേട്ടൻ്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയ ശ്രീനിയേട്ടൻ്റെ സ്കൂള് അന്നത്തെ കാലത്ത് ഈ പറയുന്ന നമ്മളുടെ ടെക്നിക്കാലിറ്റീസ് അത് പ്രത്യേകം പറയണം. വീഡിയോ അസിസ്റ്റൊക്കെ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ക്യാമറമാൻ മാത്രം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നൊരു കാലത്തെ സ്കൂളാണത്. അപ്പോൾ അദ്ദേഹം ഓരോ സീനും, ഇപ്പം വിനീത് പറഞ്ഞല്ലോ താഴത്തുനിന്ന് ഡയലോഗ് പഠിക്കുന്നത് കേട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രീനേട്ടൻ്റെ ഒരു എക്സസൈസ് ഒക്കെ ഉള്ളത് ആ പഴയ സ്കൂളിൻ്റെ ഒരു കൃത്യതയാണ്. ഷോട്ടിന് ശ്രീനേട്ടൻ വന്ന് നിന്നിട്ട് സിനിമാറ്റോഗ്രാഫർ ഇങ്ങോട്ട് നോക്കണം എന്ന് പറയുമ്പോൾ ശ്രീനേട്ടൻ നിൽക്കുന്നത് കണ്ടറിയാം. അന്നത്തെ ആ സ്കൂളിൻ്റെ ഒരു പെർഫെക്ഷൻ അതിനുണ്ട്. ഡയലോഗ് പറയുമ്പോഴൊക്കെ ശ്രീനേട്ടൻ എടുക്കുന്നൊരു ക്യൂ വാങ്ങുമ്പോഴൊക്കെയുള്ള ഒരു അത് ശരിക്കും അത് അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഓഫ് കോഴ്സ് വിനീത് ഇതിനു മുമ്പ് ശ്രീനേട്ടൻ്റെ കൂട്ടത്തിൽ സിനിമകൾ ഒരുമിച്ച് അച്ഛൻ മകനൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ കുറച്ച് ഡൊമിനൻ്റ് ആയിട്ടുള്ളൊരു ഷൗട്ട് ചെയ്യാനൊക്കെ പറ്റുന്നൊരു കഥാപാത്രമാണിത്. പോലീസ് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് അഭിനയിക്കുക. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി സെറ്റിൽ. ശരിക്കും ഭയങ്കര രസമുള്ളൊരു 10-15-20 ദിവസത്തോളം ഉണ്ടായിരുന്നു ആ കോർട്ടിൻ്റെ അകത്ത്. അല്ല, നിങ്ങൾ പറയും തോറും നമുക്ക് ആവേശം കൂടുകയാണ്. ശരിക്കും ഞാൻ ആവേശത്തോടെ പറഞ്ഞത് സത്യസന്ധമായിട്ടാണ്. നിങ്ങൾ പറയും തോറും നമുക്കിത് കാണാൻ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ഞാൻ ഉൾപ്പെടെ ഉള്ള കാത്തിരിക്കുകയാണ്. തന്നെയല്ല, നേരത്തെ പറഞ്ഞല്ലോ ഈ ശാരീരികമായിട്ടുള്ള ക്ഷീണം എന്നൊക്കെ പറയുന്നതൊക്കെ ഒന്നുമല്ലാതെ നമുക്ക് മനസ്സിലാവും. കാരണം ശ്രീനിയേട്ടൻ ശരിക്കും ജീവിക്കുന്നത് സിനിമയ്ക്കുള്ളിൽ ഈ അതിൻ്റെ പ്രോസസ്സിനുള്ളിലാണ്. ക്യാമറയൊക്കെ വന്ന് നിൽക്കുമ്പോൾ അതുവരെ ശ്രീനേട്ടനടുത്ത് സ്വസ്ഥമായിട്ടിരിക്കുകയാണെങ്കിൽ ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ ശ്രീനേട്ടൻ എഴുന്നേറ്റ് നടന്നു വന്ന് നിൽക്കുന്നതും ആ ഷോട്ടിന് പ്രിപ്പയർ ചെയ്യുന്നതും ഷോട്ട് ഓക്കെ ആണെന്ന് പറയുന്നത് വരെ 2-3 ടേക്ക് നടന്നു വന്ന് നിൽക്കുന്ന ഷോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ആ ടേക്ക് ഓക്കെ ആണെന്ന് പറയുമ്പോൾ ശ്രീനേട്ടൻ്റെ മുഖത്തെ ആ ഒരു എക്സ്പ്രഷനും അതിനുശേഷം തമാശ ഇടയ്ക്ക് സത്യൻ നിക്കാട് സാറൊക്കെ സെറ്റിൽ വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അറിയാലോ സത്യൻ സാറും ശ്രീനേട്ടനുള്ള കോമ്പിനേഷനൊക്കെ ആ സമയങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്രേക്ഷകരായിട്ട് കാണാം. ഞാനിപ്പോൾ ഇങ്ങനെ മിണ്ടാണ്ടിനൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ നിശബ്ദനായിട്ട് ആലോചിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഈ സിനിമയിലെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഞാനെപ്പോഴും ചെറിഷ് ചെയ്യുന്ന മൊമെന്റ്സ്. കാരണം സാറിന് ശരിക്കും പറഞ്ഞാൽ സിനിമയാണ് മെഡിസിൻ നമുക്ക് അവിടെ ലൊക്കേഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാലം ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും സാർ ലൊക്കേഷനിൽ വന്ന് ഞാൻ പറയും തഗ്ഗടിക്കും. പഴയ അതെ തഗ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഏരിയക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതെനിക്ക് ഇപ്പോഴാണ് ആ ഏരിയക്ക് ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല.